ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 231 ദിവസം. സൂറത്തുൽ ബഖറ 221. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا وَلَعَبْدٌ مُؤْمِنٌ خَيْرٌ مِّن مُّشْرِكٍ وَلَوْ أَعْجَبَكُمْ أُولَٰئِكَ يَدْعُونَ إِلَى النَّارِ وَاللَّهُ يَدْعُو إِلَى الْجَنَّةِ وَالْمَغْفِرَةِ بِإِذْنِهِ وَيُبَيِّنُ آيَاتِهِ لِلنَّاسِ لَعَلَّهُمْ يَتَذَكَّرُونَ. ബഹുദേവാരാധകരായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. അവർ സത്യത്തിൽ വിശ്വസിക്കുന്നതുവരെ. സത്യവിശ്വാസിനിയായ ദാസിയാകുന്നു കുലീനയായ ബഹുദേവ വിശ്വാസിനിയേക്കാൾ ഉത്തമം. അവർ നിങ്ങളെ മോഹിപ്പിച്ചുവെങ്കിലും നിങ്ങളുടെ നാരികളെ വിഗ്രഹാരാധകരായ പുരുഷന്മാർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുകയുമരുത്, അവർ സത്യത്തിൽ വിശ്വസിക്കുന്നതുവരെ. സത്യവിശ്വാസിയായ അടിമയാകുന്നു ബഹുദേവ വിശ്വാസിയായ കുലീനനേക്കാൾ ഉത്തമം. അവൻ നിങ്ങളെ മോഹിപ്പിച്ചുവെങ്കിലും. നരകത്തിലേക്കത്രേ അവർ നിങ്ങളെ ക്ഷണിക്കുന്നത്. അള്ളാഹുവോ അവൻ്റെ ഹിതത്താൽ സ്വർഗത്തിലേക്കും പാപമുക്തിയിലേക്കും ക്ഷണിക്കുന്നു. അവൻ തൻ്റെ വിധിസൂക്തങ്ങൾ മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാകുന്നു. അവർ അത് ഗ്രഹിച്ച് ഉത്ബുദ്ധരാകേണ്ടതിന്. വിരുദ്ധങ്ങളായ രണ്ടാശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ പരസ്പരം ചേർന്ന് ജീവിക്കുക എന്നത് അല്പായുസ്സുള്ള ഒരു സാധ്യത മാത്രമാണ്. സൗന്ദര്യത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ പേരിൽ താൽക്കാലികമായ ഒരു അഭിനിവേശം ഇരു പേരിലും ഉണ്ടായേക്കാമെങ്കിലും ജീവിതത്തിൻ്റെ സുദീർഘമായ യാത്രയിൽ അത് നഷ്ടമാവുകയും അങ്ങനെ ഇരുജന്മങ്ങളും ഫലശൂന്യമാവുകയും ചെയ്യും. ഇത്തരമൊരു സാഹചര്യം സംജാതമാകരുതെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പേരിൽ കൊട്ടിഘോഷിച്ച് നടത്തപ്പെടുന്ന മിശ്രവിവാഹങ്ങൾ സാമൂഹിക കുടുംബ ഭദ്രത മാനിച്ച് വിലക്കപ്പെടേണ്ടതാണ്. ഈ വിലക്കിന് ജാതീയതയുമായി യാതൊരു ബന്ധവുമില്ല. അവർ സത്യത്തിൽ വിശ്വസിക്കുന്നതുവരെ എന്ന വാക്യം അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ജാതീയത വിശ്വാസം കൊണ്ട് മാറിപ്പോകുന്നതല്ലല്ലോ. ആദർശത്തിലും സംസ്കാരത്തിലും ഉള്ള വൈരുദ്ധ്യമാണ് നിരോധത്തിന് കാരണം. അവർ വിശ്വസിച്ചാൽ അവർക്കിടയിലെ വിടവ് നീങ്ങി തടസ്സമകന്നു. അള്ളാഹുവിൽ ഈ ഇരുഹൃദയവും സമ്മേളിച്ചു. ഇരുവർക്കുമിടയിലെ മാനുഷിക ബന്ധം പ്രതിബന്ധങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സുരക്ഷിതമായി. വിശ്വാസത്തിൻ്റെ ബാന്ധവത്തോടെ അത് കൂടുതൽ ബലപ്പെട്ടു. ആദർശത്തിൽ ഒരുമിക്കാത്ത രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്നത് വിഫലവും ദുർബലവുമായ ബന്ധമേ ആവുകയുള്ളൂ. വിവാഹമെന്നാൽ കേവലമായ ശാരീരിക ബന്ധമോ ഭൗതിക ലാഭമോ അല്ല. അത് ഇരുലോകത്തും നിലനിൽക്കേണ്ടുന്ന വിശുദ്ധമായ കൂടിച്ചേരലാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.